എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം സാർ. പോലീസ് വിളിച്ചതല്ലേ. ഒരു പക്ഷേ അതെൻ്റെ ഗംഗയുടെ തന്നെയാണെങ്കിലോ? എനിക്ക് എങ്ങനെ താങ്ങാൻ കഴിയും? സാർ അതൊന്നും ഇപ്പോൾ ഓർക്കണ്ട. പോലീസിനെ ബോധ്യപ്പെടുത്താൻ ഒരു ഐഡന്റിഫിക്കേഷൻ അത്ര തന്നെ. വാ. ഓം ശാന്തി ഓം. ഭയപ്പെടുന്നത് പോലെയൊന്നും ആകില്ല. ചെറിയൊരു സംശയം അത്രേ ഉള്ളൂ. വരും. ഐ എം സോറി യമന പ്രസാദ്. ഇത് ഗംഗാപ്രസാദിന്റെ അതെ അതെ സാർ, എൻ്റെ ഗംഗ. അവൻ പോയി. ഐ എം സോറി യമന പ്രസാദ്. ഗംഗാപ്രസാദ് ഇസ് നോ മോർ. ബ്രേസ്ലെറ്റും മോതിരവും കണ്ടെന്ന് കരുതി അത് നമ്മുടെ ഗംഗാ സാറിന് തന്നെ ആകണമെന്നില്ലല്ലോ. ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്താൻ വഴിയില്ല. ഇല്ല ഇല്ല ഉത്തമ, എന്റെ ഗംഗയുടെ ഒരു രോമക്കൂപം പോലും എനിക്ക് തിരിച്ചറിയാം. മിസ്റ്റർ പട്ടേരി, നിങ്ങളൊരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കാൻ ലക്ഷണശാസ്ത്രം ഗൗളിശാസ്ത്രം ഒന്നും വേണ്ട. ഈ വാഹിദ് അബ്ദുൾ റഹ്മാൻ ഹാജിയുടെ 10 മില്ലിഗ്രാം തലച്ചോറ് മതി. ഈ വലത് കൈപ്പത്തിയല്ലേ അയാളുടെ ശരീരത്തിൽ ഉണ്ടാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞത്? കമോൺ, ഗിവ് മി ദ എക്സ്പ്ലനേഷൻ. വേർ, വെൻ, വൈ, ക്വിക്ക് ആൻസർ. നോ ആൻസർ, നോ ആർഗ്യുമെന്റ്സ്. യു ക്യാൻ പ്രൊസീഡ്. സുലാലേ, ഇടുക്കട വലങ്ങ്. സാർ, ഹാജിയാർ സാറേ, ഏറെ കാലമായിട്ടുള്ള എൻ്റെ ഒരു സംശയമാണ്. ഈ വിലങ്ങൊക്കെ നിർമ്മിക്കുന്നത് നമ്മുടെ പാട്ടുപാറ കൊല്ലനാണോ അതോ ഗോദ്രേജ് കമ്പനിയോ? അല്ല, ഇതേലെങ്ങും ഒരു ISI മാർക്ക് പോലും കാണാനില്ലേ? അല്ല, നിങ്ങൾ തന്നെ പറ, ഈ ഹാജിയാർക്ക് ഒരടി വരയുടെ കുറവില്ലേ? അത് ഞാൻ ഇടവേളയ്ക്ക് ശേഷം വരച്ചോളാം. അതുവരെ ഒരു സ്ലൈറ്റ് കമേഴ്ഷ്യൽ ബ്രേക്ക്. അറിഞ്ഞു പട്ടേരി സാറിനെ പോലീസ് കൊണ്ടുപോയി. ഇത് കേട്ടിട്ടും നിനക്കെന്താ ഒരു കുലുക്കോ ഇല്ലാത്ത? ഇത്രയും കുലുങ്ങിയാ മതിയോ? നീ ഇവിടെ ഇരിക്ക. പരശുമാവൻ രാമേശ്വരത്തിന് കൊണ്ടുവന്ന ഒന്നാമരം മുസം ഇരിപ്പുണ്ട്. ഒരെണ്ണം പൊളിച്ചു തരട്ടെ? എന്റെ ഈശ്വര, എന്റെ മഹേശ്വരി, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. പരശുനെ ഞങ്ങൾക്കല്ലേ അറിയൂ. ആരും ഒന്നും ചെയ്യില്ല. ഏറിയാൽ 2 or 3 hours അവൻ ഇവിടെ ഹാജരുണ്ടാവും. പോരെ? അപ്പൊ പിടിച്ചത് സ്റ്റേറ്റിലോ സെൻട്രലിലോ? അത്ര മാനിപ്പുലേഷൻ ഒന്നും തെല്ലൂല്ല. പൊളിറ്റിക്സ് എന്ന് കേട്ടാലേ പരശു അപ്പം മഴുവെടുക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ ഗംഗാപ്രസാദിന്റെ അറുത്തുമാറ്റിയ കൈപ്പത്തി നഗരത്തിലെ ഒരു ചവറുകൂനയിൽ കണ്ടെത്തി. ഇതോടെ ഗംഗാപ്രസാദിന്റേത് തിരോധാനമല്ല, മറിച്ച് കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്.
കൊലപാതകത്തിൽ മുഖ്യ പങ്ക് വഹിച്ചുവെന്ന് പറയപ്പെടുന്ന രാമേശ്വരം സ്വദേശിയായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് വിസമ്മതിച്ചു. ഇത്തരം നെഗ്ലിജൻസിന്റെ പേരിൽ നിങ്ങൾ ഞാനുമായി ഒരു 1 സെക്കൻഡ് നെഗോസിയേഷന്റെ ആവശ്യം പോലുമില്ല മിസ്റ്റർ വാഹിദ്. ഒരു കൈപ്പത്തി കണ്ടെത്തിയെന്ന് വെച്ച് ഊഹിച്ചെടുത്തൊരു പ്രതിയെ വിലങ്ങ് വയ്ക്കുക, പൊതുജന മധ്യത്തിലൂടെ കൊണ്ടുവന്ന് സെല്ലിൽ അടയ്ക്കുക, ഇതൊന്നും പോലീസ് പെർസിവറൻസ് അല്ല. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ പോക്കിർത്തരമെന്ന് പറയും. സാർ, അയാൾ നടത്തിയ ഭീഷണിയിൽ വലത് കൈപ്പറ്റിയ ശരീരത്തിൽ ഉണ്ടാകില്ലെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ ഒരൊറ്റ വാചകം പോരെ സാറേ അയാളെ കസ്റ്റഡിയിലെടുക്കാൻ? പോരാ, ശക്തമായ സാഹചര്യ തെളിവുകൾ കൂടി വേണം. സിറ്റുവേഷൻ എവിഡൻസ് എന്ന് പറഞ്ഞാൽ വാക്കുകളെ മാത്രം ആശ്രയിച്ചല്ല, ഒരാളുടെ പ്രവൃത്തിയെ കൂടി ആശ്രയിച്ചാണ്. തന്നെയുമല്ല, ഗംഗാപ്രസാദിനെ വകവരുത്താൻ മാത്രം എന്ത് ഗ്രഡ്ജാ പട്ടേരിക്കുള്ളത്? സാർ, അത് തന്റെ എന്നുള്ള മറുപടി അല്ല എനിക്ക് വേണ്ടത്. ഫുൾ ഗ്രോത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ സമ്മറി എനിക്ക് വേണ്ടത്. അത്തരമൊരു റിപ്പോർട്ടിന്റെ മേശപ്പുറത്ത് എത്തും വരെ ഒരു ബ്ലൈൻഡഡ് പേഴ്സണും തന്റെ ഹറാസ്മെന്റ് ഇരയായി ഞാൻ കേൾക്കാൻ ഇടവരരുത്. ഇറ്റ് ഈസ് എൻ ഓർഡർ. യെസ് സാർ. സോ യു പ്രൊസീഡ് അനദർ സ്റ്റെപ്പ് ലൈക്ക് എ സ്റ്റീഡ്. മഹാരാജാവ് ഉണ്ടോടോ തിരുസന്നിധിയിൽ? സ്വാമി ഉണ്ട്. ചെന്നാ ഒന്ന് ഇങ്ങോട്ട് നോക്കണം സാർ, ഞാൻ ആ മുഖം ഒന്ന് വൃത്തിയായി കണ്ടോട്ടെ. താങ്കൾ പുറത്തു പോയിട്ട് ഒരു കട്ട ലൈബോയ് സോപ്പ് വാങ്ങിച്ചിട്ട് വാ, ഞാൻ കഴുകി വൃത്തിയാക്കി കാണിച്ചു തരാം. സോപ്പെന്നല്ല, ഇഞ്ചയും ചകിരിയും മരത്തോലിട്ട് തേച്ചിറക്കിയാലും നിങ്ങളെപ്പോലുള്ള പോലീസുകാർ ഒരു കാലത്തും നന്നാവില്ല. വെള്ളക്കാരൻ തയ്ച്ചിട്ട് തന്ന് ആ അരക്കളസവും കൂർത്ത തൊപ്പിയും മാറി ഇന്നത്തെ പാൻസും ക്യാപ്പുമായി എന്നല്ലാതെ ആന്തരികമായിട്ട് നിങ്ങൾക്ക് എന്ത് വൃത്തിയാണ് സംഭവിച്ചത്? പോലീസ് റൈഫിളിന്റെ എയിമിംഗ് റൂൾസ് എന്ന് പതിക്കുന്നത് ഇവിടുത്തെ നിരപരാധികളായ നാട്ടുകാരന്റെ നെഞ്ചത്തല്ലേ? നിങ്ങളുടെ ലാത്തി ചെന്ന് പതിക്കുന്നത് അവന്റെ മുതുകത്തല്ലേ? പറയണം സാർ. താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയാനേ ഇത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളൊന്നുമല്ല. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ ഫോൺ മിസ്റ്റർ. ഓം ശാന്തി. ഓം വേണ്ട, ക്ഷോഭം വേണ്ട, പശ്ചാത്തപിക്കേണ്ടി വരും. നിങ്ങളുടെ ഉത്തരവില്ലെങ്കിൽ ഞാൻ പോകും. പക്ഷെ പോകുന്നതിന് മുമ്പ് ഭട്ടേരി വക 1-2 സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ടേ മതിയാകും. ഏതോ മ്യൂസിക് ഡയറക്ടർ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ മൂടും മര്യാദയും നോക്കാതെ കോൽച്ചങ്ങലയ്ക്ക് പൂട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്ന് അന്തി ഉറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കൊണ്ട് 56 അക്ഷരവും ഞാൻ എഴുതിച്ചിരിക്കും. 10ന്റെ ഗുണനപ്പട്ടിക ചൊല്ലിച്ച് ആ കണക്കും തീർത്തിരിക്കും. അതുവരെ നമുക്ക് 2 വഴിയല്ല, ഒറ്റ വഴി, ഒരേ ഒരു വഴി. കൽക്കട്ടയിൽ നിന്ന് ഫോറൻസിക് ഡയറക്ടർ, നാസിക്കിൽ നിന്ന് കറൻസി എക്സ്പേർട്ട്, കൊച്ചിയിൽ നിന്ന് എക്സ്പ്ലോസീവ് കൺട്രോളർ, തലസ്ഥാനത്ത് നിന്ന് ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്. അങ്ങനെ നിങ്ങളുടെ പോലീസ് ബുദ്ധിക്ക് പ്രയോജനപ്പെടുത്താൻ ആരെ വേണമെങ്കിലും ആശ്രയിച്ചോളൂ. പക്ഷേ ഗംഗാപ്രസാദിന്റെ കൊലയാളിയെ കണ്ടെത്താൻ ഞാനും ഒരു കൈ പയറ്റാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അതിനുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിപ്പടിച്ചിട്ടാ ഹാജിയാരെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനി അങ്ങോട്ട് ഇൻവെസ്റ്റിഗേഷൻ അല്ല, കോമ്പറ്റീഷൻ. ഇൻവെസ്റ്റിഗേഷൻ, കോമ്പറ്റീഷൻ. കലക്കി സ്വാമി, കലക്കി. സ്വാമിയുടെ സ്ലോ മോഷനുള്ള വരവ് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. എന്തൊരു അലക്കായിരുന്നു. പക്ഷേ അവസാനം ഒരു വലിയ കുറവുണ്ടായിരുന്നു. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാൻ ഒന്നിന് പോയിട്ട് വരട്ടെ. ഒറ്റ അലക്കാലിക്കാണ്ടല്ലോ 9 ദിവസം കഴിഞ്ഞിട്ട് താഴെ വീടുള്ളൂ. എന്നാ വേണ്ട.